ഇവളുടെ സൗണ്ട് എന്ന് പറയണ ഇവക്ക് രഹസ്യമില്ല. ഹൈ പിച്ചിലാണ് രഹസ്യം പറയണത്. ഇവിടെ വിചാരം ആരും കേൾക്കില്ല. ഇവള് ഹലോ എന്ന് പറയണത് ആ ഊര് മുഴുവൻ കേൾക്കും. രഹസ്യം പറയണമെങ്കിൽ കുറച്ചൊന്ന് അതിനൊരു ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ രാത്രി ചിലപ്പോൾ ഇതുപോലെ രാത്രി പരിപാടി മുഴുവൻ 1 മണിക്കൊക്കെ നോക്കും. മുറിയിൽ നിന്ന് എന്തെങ്കിലും സംസാരം കേട്ടാൽ നമ്മൾ പതുക്കെ ഇങ്ങനെ എന്താ നടക്കണമെന്ന് ഞങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്തോണ്ടേയിരിക്കും. പക്ഷെ ഞങ്ങൾ ഇടപെടത്തില്ല. പക്ഷെ എങ്ങനെയാ ശിവാംഗ അറിഞ്ഞ അമ്മ ഇത് ചെക്ക് ചെയ്യുന്നുണ്ടെന്ന്? അത് ഒരു ദിവസം ആരും പറഞ്ഞപ്പോ ഞാൻ അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി സൺഡേ ആണെങ്കിൽ ഞാൻ പൂട്ടിയിടും. എന്നിട്ടല്ലേ ഞാൻ ആരെങ്കിലും ആ ഡോറിനെ നോയിക്കൊണ്ടേയിരിക്കും. കറക്റ്റ് ആ ഇതിലില്ലേ ഈ സാധനം ഹാൻഡില് അതിങ്ങനെ ആടും. അപ്പൊ ഞാൻ വന്ന് ആ ഓക്കെ എங்க അമ്മ വണ്ടാങ്ങന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ഞാൻ ഒന്ന് തുറന്നോക്കെ. എന്നിട്ട് അമ്മ വന്ന് ഏതോ പൂച്ച മാതിരി ഒന്നുമേ അറിയാതെ മാതിരി ഇങ്ങനെ നിന്നിട്ട് എന്താടി പ്രശ്നം അങ്ങനെ ചോദിക്കും. അമ്മ എന്തിനാ കേട്ടോണ്ടേ ഇരിക്കുന്നേ അങ്ങനെ പറഞ്ഞിട്ട് ആദ്യം ഒരു സണ്ട വേറെ. എന്റെ ഇങ്ങനെ ചമ്മി നാറിയിട്ടുണ്ടല്ലോ. എന്നാലും കുഴപ്പമില്ല, നമ്മളെല്ലാം അറിയണല്ലോ. രണ്ടുപേരുടെ A to Z. ഇല്ല എന്റെ ബ്രദർ ഇനി കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ചെയ്ത് പറയും. ഞാൻ അത്ര പറയില്ല. എന്തിനാ ഞാൻ എന്താ പറഞ്ഞാലും സന്തോഷിക്കും. അത് സൺഡേ എന്നാ അവൻ പോട്ടെ അങ്ങനെയൊന്ന് ബോയ് ഫ്രണ്ട് ആരെങ്കിലും സൺഡേ ഇടാൻ പാടില്ല. അപ്പൊ ഇവിടെ അമ്മയുടെ തേര് എന്നാ കല്യാണം കഴിക്കുന്ന മുമ്പ് സൺഡേ ഇടാൻ പാടുന്നത്. ഇത് ഏത് കാലത്തെ തേരെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെനിക്ക് മനസ്സിലാവുള്ളൂ. ഞങ്ങൾ അങ്ങനെ സൺഡേ ഒന്നും ഇട്ടിട്ടില്ല. ഞാനും എന്റെ ഭർത്താവ് ഞങ്ങൾ ലവ് ചെയ്യുന്ന കാലത്ത് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. സൺഡേ ഇട്ടല്ലേ പ്രണയം എന്നർത്ഥം. അതെ. ഓ മൈ ഗോഡ്, ഇത് വേറെ ജനറേഷൻ. ഇപ്പൊ ഞാൻ എന്റെ മോനോട് ചോദിക്കടാ നിനക്ക് ഇതൊരൊന്നും ആയില്ലേ? അവനോട് 18-19 വയസ്സ് തൊട്ട് ചോദിക്കാൻ തുടങ്ങിയത്. ഇവളോട് ചോദിക്കാറില്ലേ അങ്ങനെ? അറിയാം ഇപ്പൊ എത്രാമത്തെയാ എന്താന്ന് എല്ലാം അറിയാം. ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ അതായത് ഞാൻ എന്നും ആലോചിക്കണേ കറക്റ്റ് ഒരു നമ്മുടെ ഇപ്പൊ ഡ്രൈവർ കാര അവർക്കും എല്ലാം അറിയാം. അപ്പം കൊച്ചി എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ഞങ്ങക്ക് വീട്ടിൽ കാർ എവിടെയൊക്കെയാ പോണേ, എല്ലാം കാറിനുള്ളിൽ അപ്പ സെറ്റപ്പ് ചെയ്ത്. അതാണ് ഈ അപ്പ സാധാരണ ഏതോ റൂമിലിരിക്കുന്ന മാതിരി എനക്കൊന്നും தெரியாது അങ്ങനെ ഇതിലിട്ട്. പക്ഷെ കാറിൽ ഏതോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും അപ്പനറിയാം. ഓ ഓക്കെ. അതെ എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്റെ കൂടെ വെള്ളി വന്നാ എന്നെ അവർക്കെല്ലാം ഒരു ടൈം ആയാ വിളിക്കാൻ തുടങ്ങും. എപ്പോ വീട്ടിൽ വരാ അങ്ങനെ. എനിക്ക് അങ്ങനെ വിളിക്കൂല അമ്മ அப்பா. പക്ഷെ ഫുൾ ടൈം CCTV என்னடி அப்பா அம்மா போனே பண்ண மாட்டாங்க. அவங்களுக்கு எல்லாம் தெரியும். என்னது ஒண்ணு அவங்க ட்ராக் பண்ணுவாங்க, இல்ல டிரைவரை நான் கூப்பிட்டு கேட்பாங்க അങ്ങനെന്ന്. അതുകൊണ്ട് ഒരു രക്ഷയില്ലല്ലേ ശിവാംഗി മൊത്തത്തില്? സമയത്ത് വീട്ടില് വരും. അങ്ങനത്തെ തിരുട്ടത്തനല്ല ഞാൻ ചെയ്യാറില്ല. അതൊക്കെ നല്ല കുട്ടിയാ. അതൊക്കെ ബിന്നു ചേച്ചി, നമ്മളിങ്ങനെ കേരളത്തിൽ വളർന്ന് അങ്ങനെ കേരളീയരുടെ ഇടയിൽ ജീവിച്ച ഒരാള് മോൾ ഇങ്ങനെ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ഭയങ്കര സെൻസേഷൻ ആവുമെന്ന് എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്തിരുന്നോ? അങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നോ? ഒരിക്കലും വിചാരിച്ചില്ല. സത്യം ഞാനോ കൃഷ്ണനോ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചില്ല. അപ്പൊ അതിനുവേണ്ടി കാരണം ഇവള് ഇങ്ങോട്ട് വന്നിരുമ്പോ അങ്ങോട്ട് പോണ ഒച്ചായത് പാട്ട് പഠിക്കാൻ വിളിച്ചാ ഇല്ല ഞാൻ വന്ന് അമ്മയുടെ അടുത്ത് ഈ 50ാമത്തെ പിറന്നാൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ വന്ന് പാട്ട് പഠിക്കാൻ വരാന്ന് പാക്ക് വെത്തല വെച്ച് ഞാൻ വന്ന് വരാന്ന് വിചാരിച്ചു. പക്ഷെ 11:55 ഞങ്ങൾ ഉടക്കി. അതെന്ത് പറഞ്ഞിരുന്നു? ഞാൻ പറയട്ടെ? പറഞ്ഞോ? പറയാൻ കൊള്ളാവുന്നതാണെങ്കിൽ പറഞ്ഞു. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായിരുന്നാ അമ്മ ശരിയാണ് ഒരു ഓവർ തിങ്കർ. എന്നോട് പറഞ്ഞിട്ടില്ല ചെവിയിൽ. എന്നതായിരുന്നു പേടിയായി. ബർത്ത്ഡേയുടെ ചെലവ്